സംസ്ഥാനത്തും രാജ്യ തലസ്ഥാനത്തും കനത്ത മഴ. പുലർച്ചെയുണ്ടായ കനത്ത മഴയിലും ശക്തമായ ഇടിമിന്നലിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടം, മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ്. വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. വിമാനത്താവളങ്ങളിലേക്കുള്ള പ്രധാന പാതകൾ വെള്ളത്തിനടിയിലായി. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണതിനാൽ ആളുകൾ വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഡൽഹി വിമാനത്താവളത്തേക്കുള്ള റോഡുകളാണ് ഇപ്പോൾ വെള്ളത്തിലായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. യാത്രകൾ പരമാവധി ഒഴിവാക്കണം. വൈദ്യുത ഉപകരണങ്ങൾ പ്ലഗ് ഓഫ് ചെയ്യുക. മരങ്ങൾക്കടിയിൽ നിൽക്കുന്നത് ഒഴിവാക്കണം. വിറങ്ങലിച്ച് കേരളം. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് കേരളം. കാലവർഷം എത്തിയതോടെ സംസ്ഥാനത്ത് 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. അതോടൊപ്പം അണക്കെട്ടുകൾ നിറയാൻ സാധ്യതയുണ്ട്. പ്രളയത്തിലേക്ക് കാര്യങ്ങളെത്താതെ അണക്കെട്ടുകളുടെ നിയന്ത്രണം സർക്കാരും ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. തീരദേശ ജില്ലകളിൽ വളരെയധികം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് മുന്നറിയിപ്പ്. റെഡ് സോണിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. കേരള തീരത്ത് 0.9 മുതൽ 3.8 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 11 ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴയാണ് പ്രതീക്ഷിക്കേണ്ടത്. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട്. നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിലാണ് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതായിട്ടുള്ള അറിയിപ്പ് പുറത്തുവരുന്നത്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും രാജ്യത്തും കോവിഡ് കേസുകൾ ഉയരുന്നത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. പുതിയ കോവിഡ്-19 ബാധിതരിൽ ഒരാൾ മരണപ്പെട്ടതായി ഇപ്പോൾ സ്ഥിരീകരിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. താനയിലെ ഛത്രപതി ശിവജി മഹാരാജ് കൽവ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 21 വയസ്സുള്ള കോവിഡ് ബാധിതനാണ് മരണപ്പെട്ടതായിട്ടുള്ള വാർത്ത പുറത്തുവരുന്നത്. ശനിയാഴ്ച കർണാടകയിലെ ബംഗളൂരുവിലും കോവിഡ് ബാധിതനായ ഒരാൾ മരണപ്പെട്ടിരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഈ ഒരു മെയ് മാസം 19 തീയതി വരെ ഇന്ത്യയിൽ 257 സജീവ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിലും വർധനവുണ്ടായിട്ടുണ്ട്. മെയ് മാസത്തിൽ ഇതുവരെ 273 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണക്കിൽ ഇതുകൂടി വരുമ്പോൾ കൂടുതൽ കേസുകളുടെ എണ്ണം പുറത്തുവരും. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കേരളത്തിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ കോട്ടയത്ത് 82, തിരുവനന്തപുരത്ത് 73, എറണാകുളത്ത് 49, പത്തനംതിട്ടയിൽ 30, തൃശ്ശൂരിൽ 26 എന്നിങ്ങനെയാണ് കണക്കുകൾ. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക.